Question paper revision, chapter 7, System of Particles and Rotational Motion, part 3. Moment of inertia in rotational motion is analogous to mass in linear motion. അപ്പോൾ ലീനിയർ മോഷനിൽ മാസ് ആണെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ അതിനെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കുന്നത്. The moment of inertia of a circular disk about an axis perpendicular to plane at the center is given by. അപ്പോൾ ഒരു സർക്കുലർ ഡിസ്കിന്റെ സെന്ററിലൂടെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? I is equal to mr²/2 ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അടുത്തത് സ്റ്റേറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് ബൈ യൂസിംഗ് തിയറം ഡിഡ്യൂസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കുലർ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഡയമീറ്റർ. അപ്പോൾ എന്ത് സ്റ്റേറ്റ് ചെയ്യണം? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യണം. എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? IZ is equal to IX plus IY എന്നുള്ളതാണ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഡിസ്കിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം. ഇവിടെ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് IZന്റെ വാല്യൂ mr²/2, IXും IY ആണ് ഡയമീറ്ററിലുള്ള രണ്ടെണ്ണം. അത് I എടുത്തു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. mr²/2 is equal to I plus I, that is mr²/2 is equal to 2I. ഇതിൽ നിന്ന് I is equal to എന്ത് കിട്ടി? mr² divided by 4. അടുത്തത് ക്ലാസിക്കൽ ഡാൻസേഴ്സ് ബ്രിങ് their hands closer to their body to rotate faster. Name the principle employed by them. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഹാൻഡ്സ് അവരുടെ ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരും. എന്ത്? ഫാസ്റ്റർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? നമുക്കറിയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. അടുത്തത് എ വീൽ റോൾസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഡിറൈവ് an expression for its total kinetic energy. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യാണ്, റോൾ ചെയ്യാണ്. അതിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. ഇപ്പൊ രണ്ട് ടൈപ്പ് കൈനറ്റിക് എനർജി ഉണ്ട്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ½ mv², റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½ I⍵². നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി അതുപോലെ തന്നെ ½ mv² കൊടുത്തു. ഇവിടെ ഐയുടെ വാല്യൂ ഇവിടെ ഏതാണ് വരുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, വീലാണ്. അപ്പൊ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ mr²/2 ആണ്. ഒമേഗയ്ക്ക് പകരം നമ്മൾ v/r കൊടുക്കുന്നു. അപ്പൊ ω² എന്ന് പറഞ്ഞാൽ v²/r², r² കട്ട് ചെയ്തു. അപ്പൊ ½ mv² പ്ലസ് ½ mv²/2. ഇതിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 3/4 mv². അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വീലിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്ര വരുന്നത്? mr²/2 ആണെന്ന് നമുക്കറിയണം. ഇത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് പല സമയത്തായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ടോർക്ക് ആണ്. അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഡയമീറ്റർ ഓഫ് എ റിംഗ് ഈസ് I0 is equal to mr²/2. അപ്പൊ റിംഗിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. I0 is equal to mr²/2. നെയിം ദ തിയറം that helps to find moment of inertia about a tangent parallel to diameter. അപ്പൊ ഡയമീറ്ററിന് പാരലൽ ആയിട്ട് ടാൻജന്റിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടിയിട്ട് ഏത് തിയർ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. നമുക്കറിയാം, പാരലൽ ആക്സിസ് തിയർ ആണ് യൂസ് ചെയ്യുക. ഡ്രോ ദ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ടാൻജന്റ് പാരലൽ ടു ദ ഡയമീറ്റർ ഓഫ് ദി റിംഗ്. അപ്പൊ ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ഒരു ടാൻജന്റിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫിഗർ വരച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഫിഗർ വരുന്നത്. അപ്പൊ ഇതിൽ ഡയമീറ്ററിന്റെ വാല്യൂ I0 is equal to mr²/2 ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ വാല്യൂ I ആണ്, ഡിസ്റ്റൻസ് r ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയർ ആണ്. I is equal to I0 plus mr². I0ന് പകരം നമ്മൾ mr²/2 കൊടുത്തു, പ്ലസ് mr² is equal to എത്ര കിട്ടി? 3/2 mr². The rotational analog of force is moment of force, also called torque. The ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണ്? ടോർക്ക് ആണ്. The turning effect of force is maximum when the angle between R and F is dash. അതായത് ടോർക്ക് മാക്സിമം ആവുക ആറിന്റെ എഫിന്റെ ആംഗിൾ എത്ര ആയിരിക്കുമാണ്. നമുക്കറിയാം, ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് F ആണ്. അതായത് RF സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ പറഞ്ഞാൽ 1 ആണ്. അതായത് സൈൻ 90യുടെ വാല്യൂ ആണ് 1. അതുകൊണ്ട് ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ഡിഗ്രി ആണ്.
അടുത്തത് the possibility of falling backward with the ladder is more when you are high upon a ladder than when you just begin to climb. Explain why. അതായത് ഒരു ലാഡറിൽ നമ്മൾ മുകളിൽ എത്തിയാൽ പിന്നിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ് താഴെ നിൽക്കുന്നതിനേക്കാൾ. കാരണം എന്താണെന്നുള്ളതാണ്. ഇവിടെ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. അപ്പൊ നോക്കുക, അറ്റ് ഹൈറ്റ് ആർ ഇൻക്രീസസ്, ഹൈറ്റിൽ ആർ ഇൻക്രീസ് ചെയ്യുന്നു. ആർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്മോൾ ഫോഴ്സ് ക്യാൻ കോസ് ലാർജ് ടോർക്ക്. ഒരു ചെറിയ ഫോഴ്സ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ടോർക്ക് ലാർജ് കിട്ടും. കാരണം ആറിന്റെ വാല്യൂ വലുതായതുകൊണ്ട്. അതാണ് കാരണം. അടുത്തത് state perpendicular axis theorem. Use the theorem to find moment of inertia of a ring about diameter. അപ്പോൾ ആദ്യം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യണം. എന്നിട്ട് റിങ്ങിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണണം. അപ്പോൾ ഇതാണ് ഫിഗർ ഉള്ളത്. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇതിൽ ഐ സെഡിന്റെ വാല്യൂ എം ആർ സ്ക്വയർ ആണ് നമുക്കറിയാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് എം ആർ സ്ക്വയർ. ഇനി രണ്ട് ഡയമീറ്റർ ഉള്ളത് ഐ എക്സിന്റെ ഐ വൈയുടെയും വാല്യൂ ഒന്നാണ്, അത് ഐ ആയിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എം ആർ സ്ക്വയർ ഈക്വൽ ടു 2i കിട്ടി. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. അടുത്തത് ഡിറൈവ് ദ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം ആൻഡ് ടോർക്ക്. എല്ലും ടോയും തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യാനാണ്. നമുക്ക് അറിയാം എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അപ്പൊ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി ആണ്. ഇവിടെ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എഫ് ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ഡി ആർ ബൈ ഡി ടി വി ആണ്. പി ഈസ് ഈക്വൽ ടു എം വി ആണ്. ഇനി വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ വി വി സൈൻ സീറോ ആണ്. സൈൻ സീറോന്റെ വാല്യൂ സീറോ ആയതുകൊണ്ട് ഈ സെക്കൻഡ് ടേമിന്റെ വാല്യൂ സീറോ ആണ്. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു. എന്ത് പ്രൂവ് ചെയ്തു? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ എന്ന് പ്രൂവ് ചെയ്തു. അടുത്തത് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റത്തിന്റെ ലോ ഓഫ് കൺസർവേഷൻ എന്താണെന്നുള്ളത്. ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ ദ സിസ്റ്റം ടോട്ടൽ ആംഗുലർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അടുത്തത് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഇൻ ലീനിയർ ഡൈനാമിക്സ്. അപ്പൊ മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പൊ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എഴുതാനാണ്. ഏതിലൂടെ പാസ് ചെയ്യുന്നത്? സെന്ററിലൂടെ പാസ് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ പ്ലസ് എം ആർ സ്ക്വയർ ആണ്. അടുത്തത് എ കോയിൻ ഈസ് റോളിംഗ് ഓൺ എ പ്ലെയിൻ സർഫസ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് റൊട്ടേഷണൽ. അപ്പോൾ ഒരു കോയിൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലെയിൻ സർഫസിൽ റോൾ ചെയ്യാണ്. അപ്പോൾ റൊട്ടേഷണൽ എനർജിയും ടോട്ടൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ എന്താണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ഇതിൽ ഐയുടെ വാല്യൂ കോയിന്റെ കാര്യത്തിൽ എത്രയാണ് വരുന്നത്? എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഒമേഗ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പൊ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? 1/4 എം വി സ്ക്വയർ ആണ്. ഇനി നമ്മൾ ടോട്ടൽ കൈനറ്റിക് എനർജി കാണുകയാണ്. ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് എം വി സ്ക്വയർ അതുപോലെ എഴുതി. ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1/4 എം വി സ്ക്വയർ ആണ്. അപ്പൊ ആ വാല്യൂ എഴുതി. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 3/4 എം വി സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ റേഷ്യോ എടുക്കുകയാണ്. ഏതൊക്കെയാണ്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ ടോട്ടൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി 1/4 എം വി സ്ക്വയർ, ടോട്ടൽ കൈനറ്റിക് എനർജി 3/4 എം വി സ്ക്വയർ. അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/3 ആണ്.